നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജനുവരി 30 രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ 78ാമത് രക്തസാക്ഷി ദിനം. മഹാത്മാവിന്റെ സ്മരണയിൽ രാജ്യം. ഹിന്ദുമതവാദിയായ നാഥുറാം വിനായക് ഗോഡ്സെ 1948 ഗാന്ധിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം പുനരാവിഷ്കരിച്ച കുരുന്നുകൾ. നെടുങ്കണ്ടം പച്ചടി ശ്രീനാരായണ LP സ്കൂളിൽ ജനുവരി 30 ഗാന്ധി രക്തസാക്ഷിത്വ ദിനം ആചരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജിയെ വെടിവെച്ച് കൊലപ്പെടുത്തുന്നതിന്റെ ദൃശ്യാവിഷ്കരണം ഒരുക്കിയത്. വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ കാട്ടാനയടക്കമുള്ള വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതിന് തടയിടാൻ പദ്ധതിയുമായി വനംവകുപ്പ്. ഓരോ പഞ്ചായത്തിലും ജനജാഗ്രതാ സമിതികൾ യോഗം ചേർന്നു. RRTയുടെ പ്രവർത്തനവും ശക്തിപ്പെടുത്തിയെന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ജോൺസൺ PA. രാജാക്കാട് മുൻ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന CPIM നേതൃത്വം. ഏതുവിധ അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണെന്നും CPIM രാജാക്കാട് ഏരിയ കമ്മിറ്റി. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ന് ജനുവരി 30 രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 78ാമത് രക്തസാക്ഷിത്വ ദിനം. മഹാത്മാവിന്റെ സ്മരണയിലാണ് രാജ്യം. ഡൽഹിയിലെ ബിലർ ഹൗസിൽ ഒരു സായാഹ്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിനിടയിൽ നാഥുറാം വിനായക് ഗോഡ്സെ എന്ന മതഭ്രാന്തൻ 1948 ഗാന്ധിജിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. रघुपति राघव राजा राम पतित पावन सीताराम. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരേ ഒരു മനുഷ്യൻ. ആദ്യം നിങ്ങളെ അവർ പരിഗണിക്കും, പിന്നെ പരിഹസിക്കും, പിന്നെ പുച്ഛിക്കും, പിന്നെ ആക്രമിക്കും. എന്നിട്ടായിരിക്കും നിങ്ങളുടെ വിജയമെന്ന് പറഞ്ഞു പഠിപ്പിച്ച് വിജയത്തിലേക്ക് വഴികാട്ടിയായ മഹാത്മാവ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞു തന്ന മഹാത്മാവ് മതഭ്രാന്തിന്റെ ഇരയായി വെടിയേറ്റ് വീണ് പിടഞ്ഞിട്ട് 78 വർഷം പിന്നിടുന്നു. ആയിരത്തി 1948 ജനുവരി 30 വെള്ളിയാഴ്ചയാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി കൊല്ലപ്പെട്ടത്. ഡൽഹിയിലെ ബിർള ഹൌസിന് മുന്നിലെ മൈതാനത്ത് പ്രാർത്ഥിക്കാനെത്തിയവർക്കും അനുയായികൾക്കുമിടയിൽ ഗാന്ധി നടന്നു പോകുന്നതിനിടെയാണ് ഹിന്ദു തീവ്രവാദിയായ നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. സമാധാനത്തിനും അഹിംസയ്ക്കും വേണ്ടി വാദിക്കുന്ന ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച ചിന്താഗതിക്കാരിൽ ഒരാളായിരുന്നു മഹാത്മാഗാന്ധി. മഹാത്മാവിന്റെ 78ാം രക്തസാക്ഷിത്വ ദിനാചരണം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ മതങ്ങളുടെയും സാരാംശം ഒന്നാണ്. അവയുടെ സമീപനങ്ങൾ മാത്രം വ്യത്യസ്തമാണെന്ന മഹാത്മാവിന്റെ തന്നെ വാക്കുകളിലൂടെ. ന്യൂസ് ഡെസ്ക്, സിറ്റി വിഷൻ. മഹാത്മാഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനം പുനരാവിഷ്കരിച്ച പച്ചടി സ്കൂളിലെ കുരുന്നുകൾ. പച്ചടി ശ്രീനാരായണ LP സ്കൂളിൽ ജനുവരി 30 ഗാന്ധി രക്തസാക്ഷിത്വ ദിനം ആചരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജിയെ ഗോഡ്സെ വെടിവെച്ച് കൊലപ്പെടുത്തുന്നതിന്റെ ദൃശ്യാവിഷ്കരണം ഒരുക്കിയത്. സമാധാനത്തിന്റെ വഴിയിലൂടെ, അഹിംസാ സിദ്ധാന്തത്തിലൂടെ ലോകത്തിന് ആരാധനാപാത്രമായി മാറിയ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ സമാധാനത്തിന്റെ വഴിയിലൂടെ, അഹിംസാ സിദ്ധാന്തത്തിലൂടെ ലോകത്തിന് ആരാധനാപാത്രമായി മാറിയ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി മതഭ്രാന്തിന്റെ രക്തസാക്ഷിയായതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ജനുവരി 30. വളർന്നുവരുന്ന പുതിയ തലമുറയിൽ ഗാന്ധി ചരിത്രം എക്കാലവും നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗാന്ധിയെ വെടിവെച്ച് കൊലപ്പെടുത്തുന്നതിന്റെ ദൃശ്യാവിഷ്കരണം പച്ചടി ശ്രീനാരായണ LP സ്കൂളിലെ കുരുന്നുകൾ വേദിയിൽ ഒരുക്കിയത്. ഗാന്ധിയെ വന്ദിക്കുന്ന ഭാവത്തിൽ കുനിഞ്ഞ ഗോഡ്സെ മനു ഗാന്ധിയെ തള്ളിമാറ്റുകയും തന്റെ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചിരുന്ന ബെററ്റ പിസ്റ്റൾ ഉപയോഗിച്ച് ഗാന്ധിജിക്ക് നേരെ 3 തവണ വെടിയുതിർക്കുകയും ചെയ്തു. നെഞ്ചിലും വയറിലുമായി വെടിയേറ്റ ഗാന്ധി പതുക്കെ നിലം പതിച്ചു. ആ കൈകൾ കൂപ്പി. അദ്ദേഹം ഹേ റാം എന്ന് ഉച്ചരിച്ചായിരുന്നു ഈ ലോകത്തോട് വിട പറഞ്ഞത്.
ഇതടക്കം കുട്ടികൾ നാടക രൂപത്തിൽ അവതരിപ്പിച്ചു. കുട്ടികൾ തന്നെ ഗാന്ധിയും നെഹ്റുവും ഗോഡ്സെയുമെല്ലാമായി വേഷം ധരിച്ചാണ് സ്കൂളിലെത്തിയത്. സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജു PK, PTA സെക്രട്ടറി സതീഷ് VK തുടങ്ങിയ എല്ലാ അധ്യാപകരും പരിപാടികൾക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ കാട്ടാനയടക്കമുള്ള വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതിന് തടയിടാൻ പദ്ധതിയുമായി വനംവകുപ്പ്. ഇതിന്റെ ഭാഗമായി ഓരോ പഞ്ചായത്തിലും ജനജാഗ്രതാ സമിതി യോഗങ്ങൾ ചേർന്ന PRTകളുടെ പ്രവർത്തനവും ശക്തിപ്പെടുത്തി വരികയാണെന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ജോൺസൺ PA പറഞ്ഞു. വേനൽ കടുക്കുന്നതോടെ മലയോര മേഖലയിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയായി ഉയർന്നു വരുന്നത് കാട്ടാനയടക്കമുള്ള വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ കാടിറങ്ങി കൃഷിയിടങ്ങളിലേക്കും ജനവാസ മേഖലകളിലേക്കും എത്തുന്നതാണ്. ഏറ്റവും കൂടുതൽ കാട്ടാനശല്യം രൂക്ഷമായ ശാന്തൻപാറ അടക്കമുള്ള പഞ്ചായത്തുകളിൽ വന്യമൃഗശല്യത്തിന് തടയിടുവാനുള്ള പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ് വനംവകുപ്പ്. സംസ്ഥാന സർക്കാരിന്റെ 10 കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജനജാഗ്രതാ സമിതി യോഗങ്ങൾ ചേരുകയും പ്രതിരോധ മാർഗങ്ങൾ ചർച്ച ചെയ്യുകയും ഒപ്പം നാട്ടുകാരെ ഉൾപ്പെടുത്തിയുള്ള PRTയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തി വരികയാണെന്നും വനംവകുപ്പിന് മാത്രമായി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ കഴിയില്ലെന്നും അതിനാൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചും പൊതുജനങ്ങളുടെ സഹായത്തോടെയുമാണ് പ്രതിരോധ പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്നും ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ PA ജോൺസൺ പറഞ്ഞു. ഇവിടെ വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാരണം വെച്ചാൽ വനംവകുപ്പ് മാത്രമല്ല ഈ വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി, മറിച്ച് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, കാരണം പൊതുജനങ്ങളും പിന്നെ പഞ്ചായത്ത്, പോലീസ്, മറ്റ് റവന്യൂ വകുപ്പുകൾ, മറ്റ് എല്ലാ സർക്കാർ വകുപ്പുകളും ഏകോപിച്ചുകൊണ്ടാണ് ഈ വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ തന്നെയാണ് നമുക്ക് ഇതൊരു വിജയകരമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. കാരണം ഒരിക്കലും വനംവകുപ്പിന് മാത്രമായിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ നമ്മൾ പ്രാഥമിക PRT എന്ന് പറയുന്ന പ്രാദേശികമായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട്, കാരണം വന്യജീവി ആക്രമണമോ അല്ലെങ്കിൽ വന്യജീവി ഇറങ്ങുന്ന സമയത്ത് ഏറ്റവും പെട്ടെന്ന് ഓടിയെത്താൻ കഴിയുന്ന ആ പ്രദേശവാസികളായ ആളുകൾക്കാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് നമ്മൾ രൂപീകരിക്കുകയും വന്യജീവി ആക്രമണത്തെ വളരെ ഫലപ്രദമായി നേരിടാനുള്ള ഒരു സംവിധാനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പദ്ധതിയുടെ ഭാഗമായി ശാന്തൻപാറ പഞ്ചായത്തിലെ ജനജാഗ്രതാ സമിതി യോഗം പഞ്ചായത്ത് ഓഫീസിൽ ചേർന്നു. പോലീസ്, റവന്യൂ, വനം, കൃഷി, മൃഗസംരക്ഷണം തുടങ്ങിയ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പങ്കെടുത്തു. യോഗത്തിൽ ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ അധ്യക്ഷത വഹിച്ചു. സിറ്റി വിഷൻ, പൂപ്പാറ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്ന ഏറ്റവും വലിയ ഒരു വിവാദമായിരുന്നു രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി, മുൻ ഭരണസമിതിക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണം. അതിൽ അന്വേഷിക്കാൻ, വിജിലൻസ് അന്വേഷണം നടത്താൻ കോടതി ഉത്തരവിറങ്ങിയതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അത് പത്ര മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി വന്നിരുന്നു. ആ വാർത്തയിൽ ഇപ്പോൾ വിശദീകരണവുമായി CPIMന്റെ രാജാക്കാട് ഏരിയ കമ്മിറ്റി രംഗത്തെത്തിയിട്ടുണ്ട്. നോക്കാം. രാജാക്കാട് പഞ്ചായത്ത് മുൻ ഭരണസമിതിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന CPIM രാജാക്കാട് ഏരിയ കമ്മിറ്റി ഏതുവിധ അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണെന്നും CPIM രാജാക്കാട് ഏരിയ കമ്മിറ്റി നേതാക്കന്മാർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. രാജാക്കാട് മുൻ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഹിന്ദു ഐക്യവേദി ഉടുമ്പൻചോല താലൂക്ക് കമ്മിറ്റി ഉന്നയിച്ച അഴിമതി ആരോപണം അടിസ്ഥാനരഹിതമെന്ന CPIM ജില്ലാ കമ്മിറ്റി അംഗം MN ഹരിക്കുട്ടൻ, ശൈലജ സുരേന്ദ്രൻ, രാജാക്കാട് ഏരിയ സെക്രട്ടറി സുമാ സുരേന്ദ്രൻ, BA കുഞ്ഞുമോൻ, ബേബിലാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. AV രാജൻ, ഹിന്ദു ഐക്യവേദി ഉടുമ്പൻചോല താലൂക്ക് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഈ പഞ്ചായത്തിൽ എന്തെല്ലാം അഴിമതി നടക്കുന്നുണ്ട്, പല കാര്യങ്ങളെ സംബന്ധിച്ച് പരാതി നൽകുകയും അത് ഒരു അന്വേഷണം ശരിയായ നിലയിലല്ല പോകുന്നതെന്നുള്ള നിലയിലുള്ള പരാതികൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നിലയ്ക്കുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ AV രാജൻ എന്ന് പറയുന്ന കക്ഷി ഇപ്പോൾ രാജാക്കാട് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. എവിടെയുള്ള ആളാണ് എന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ പഞ്ചായത്തിലെ മുൻ ഭരണസമിതിയെ അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വലിയ ബോധപൂർവമായിട്ടുള്ള പ്രവർത്തനമാണ് ഈ AV രാജൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളാരാണെന്നൊന്നും അറിയില്ല, നടക്കുന്നതെന്ന് കാണാൻ കഴിയും. നടപടിക്രമങ്ങൾ പാലിച്ചും ഭരണസമിതിയുടെ അനുമതിയോടെയുമാണ് പഴയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പൊളിച്ചതും കാലഹരണപ്പെട്ട സാധന സാമഗ്രികൾ ടെൻഡർ നടത്തി ഒഴിവാക്കിയതും. കൂടാതെ വാഹനം ഓടിയത് സംബന്ധിച്ച വ്യക്തമായ രജിസ്റ്ററുകളുണ്ട്. കെട്ടിട നമ്പറുകൾ നൽകുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. പരാതിയുണ്ടെങ്കിൽ പരിശോധിക്കുക മാത്രമാണ് പ്രസിഡന്റ് ചെയ്യുന്നതെന്നും ഇത്തരം തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഹിന്ദു ഐക്യവേദി ഹൈക്കോടതിയിൽ ഹർജി നൽകിയതെന്നും നേതാക്കൾ പറഞ്ഞു. പഴയ കെട്ടിടം പൊളിച്ച് കഴിഞ്ഞ ഭരണസമിതി അത് കൊട്ടേഷൻ വെച്ച് നിയമപരമായി ലേലം ചെയ്താണ്
അത് കൊടുക്കുകയും മറ്റ് പുതിയ കെട്ടിടത്തിൻ്റെ പ്രവർത്തനം അതിൻ്റെ പണികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. എല്ലാം നിയമപരമായിട്ടാണ്. നിയമപരമല്ലാതെ ഒരു കാരണവും കൂടാതെ നമുക്ക് ഒരു പഞ്ചായത്തുകൾക്കും ഇതേപോലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എന്നാൽ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ രാജൻ ഇതേപോലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത്. മറ്റൊരു വ്യാജ പ്രചരണം നടത്തിയിരിക്കുന്നത് വാഹനത്തിൻ്റെ ഉപയോഗങ്ങൾ വന്ന ക്രമക്കേടുകളെന്നാണ്. ഇപ്പോൾ ഏത് കൊച്ചുകുട്ടികൾക്കും അറിയാം, പഞ്ചായത്തിൻ്റെ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആ വാഹനം എവിടെ രാവിലെ എടുത്ത് എങ്ങോട്ട് പോകുന്നു എന്നെല്ലാം അതിൻ്റെ രജിസ്റ്ററിൽ കയറ്റി അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വ്യാജ പ്രചരണങ്ങളാണ് ഇപ്പോൾ രാജൻ നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാനായി കഴിയും. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ നാട്ടുകാരൻ പോലുമല്ലാത്ത ഹിന്ദു ഐക്യവേദി നേതാവ് പരാതിയുമായി രംഗത്തെത്തിയത്. എന്നാൽ ഇതൊന്നും ഉടുമ്പൻചോല മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വിജയത്തെ ബാധിക്കില്ല. കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇവിടെ നിന്ന് വിജയിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. സിറ്റി വിഷൻ, രാജാക്കാട്. നോക്കാം ഒരു ബ്യൂട്ടി സ്പോട്ട്. മംഗളം ആനക്കുളത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് പുഴയിൽ വെള്ളം കുടിക്കാനെത്തുന്ന കാട്ടാനക്കൂട്ടങ്ങൾ. വേനൽക്കാലം ആരംഭിച്ചതോടെ കാട്ടാനകൾ വീണ്ടും ആനക്കുളത്തെ പുഴയിലേക്ക് എത്തി തുടങ്ങിയിരിക്കുകയാണ്. കൂട്ടമായി എത്തുന്ന കാട്ടാനകൾ സഞ്ചാരികളുടെ ഇഷ്ട കാഴ്ചയായി മാറിയിരിക്കുകയാണ്. അടുത്ത മഴക്കാലം വരെ ആനക്കുളത്തെ ഈ ആനക്കാഴ്ചകൾ നീളും. മാങ്കുളത്തിന്റെ വിനോദസഞ്ചാരത്തെ സജീവമാക്കുന്നത് ഈ കാട്ടാനക്കൂട്ടങ്ങളാണ്. മനോഹരമായ വെള്ളച്ചാട്ടങ്ങൾ ധാരാളമുണ്ടെങ്കിലും ആനക്കുളത്തെ ഈ കാട്ടാനകളെ കാണാൻ കൂടിയാണ് സഞ്ചാരികൾ മാങ്കുളത്തേക്ക് എത്തുന്നത്. വേനൽക്കാലം ആരംഭിച്ചതോടെ കാട്ടാനകൾ വീണ്ടും ആനക്കുളത്തെ പുഴയിലേക്ക് എത്തിത്തുടങ്ങി. അടുത്ത മഴക്കാലം വരെ ആനക്കുളത്തെ ഈ ആനക്കാഴ്ചകൾ നീളും. കാടിനെയും നാടിനെയും വേർതിരിക്കുന്ന ഈറ്റച്ചോലയാറ്റിലെത്തി മതിവരുവോളം ഈ കാട്ടാനക്കൂട്ടങ്ങൾ വെള്ളം കുടിക്കും. തൊട്ടരികിലെന്നോണം നിന്ന സഞ്ചാരികൾക്ക് ഈ കാഴ്ച കാണാം. കുട്ടിയാനകളും കൊമ്പന്മാരുമെല്ലാം ഈ കൂട്ടത്തിലുണ്ടാകും. വേനൽ കനക്കുന്നതോടെ ആനക്കൂട്ടങ്ങൾ പലതും മാറി മാറി വന്ന് വെള്ളം കുടിച്ചു മടങ്ങും. വിനോദസഞ്ചാര സീസൺ ആരംഭിച്ചാൽ സ്വദേശീയരും വിദേശീയരുമെല്ലാം ഒരുമിച്ച് ആനകളുടെ വരവും കാത്ത് ആനക്കുളത്ത് ഒത്തുകൂടും. വേനൽക്കാലം ആരംഭിച്ചതോടെ മാങ്കുളത്തിന്റെ വിനോദസഞ്ചാര മേഖല കൂടുതൽ സജീവമാകുമെന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെയും പ്രതീക്ഷ. സിറ്റി വിഷൻ, അടിമാലി. കുമളി അട്ടപ്പള്ളത്ത് രാത്രിയിൽ ടിപ്പർ ലോറികളിൽ അനധികൃത മണ്ണെടുപ്പെന്ന ആരോപണം. ടിപ്പറുകളുടെ മരണപ്പാച്ചിൽ ചോദ്യം ചെയ്ത് നാട്ടുകാരും രംഗത്തെത്തി. ടിപ്പർ മുന്നോട്ടെടുക്കുന്നതിനിടയിൽ അച്ഛനും 13-കാരനായ മകനും മതിലിനിടയിൽ കുടുങ്ങി പരിക്കുപറ്റി. ബുധനാഴ്ച രാത്രി മുരിക്കടി അട്ടപ്പള്ളം റോഡിൽ എലിഫന്റ് ജംഗ്ഷനിലാണ് സംഭവം. രാത്രികാലങ്ങളിൽ ടിപ്പറുകളുടെ പരക്കംപാച്ചിൽ മൂലം റോഡിലെ കുടിവെള്ള പൈപ്പുകൾ പൊട്ടുകയും പൊടിപടലങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നത് നാട്ടുകാരിൽ ചിലർ ചോദ്യം ചെയ്തു. രാത്രി 10-ന് ശേഷം മണ്ണുമായി പോയ ടിപ്പർ ലോറി തടയുകയും ചെയ്തു. തുടർന്ന് ലോറിയിലെ ഡ്രൈവറും ക്ലീനറും ഇവർ വിളിച്ചു വരുത്തിയ ചിലരും നാട്ടുകാരുമായി വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും സംഘർഷമുണ്ടാവുകയും ചെയ്തു. തടഞ്ഞിട്ട ലോറി വേഗത്തിൽ മുന്നോട്ടെടുത്തപ്പോഴാണ് വാഹനത്തിന് മുന്നിൽ നിന്നിരുന്ന അട്ടപ്പള്ളം രാജേഷ് ഭവനിൽ സി രാജേഷിനും 13-കാരനായ മകനും ലോറിക്കും മതിലിനുമിടയിൽ കുടുങ്ങി പരിക്കേറ്റത്. ഇവരെ കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയും ടിപ്പർ ലോറിയിൽ ഉണ്ടായിരുന്ന ക്ലീനറെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. മേഖലയിൽ രാത്രികാലങ്ങളിൽ സ്ഥിരം ടിപ്പർ ലോറികളിൽ മണ്ണിനടിക്കുന്നത് പതിവാണെന്ന് പ്രദേശവാസിയും സംഭവത്തിൽ ദൃക്സാക്ഷിയുമായ സതീഷ് പുല്ലാട്ട് പറയുന്നു. നാട്ടുകാർ ആ വാഹനം തടയുകയും അവരോട് മണ്ണെടുക്കാൻ പോലും ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചിരുന്ന സമയത്ത് ഇവർ ഡ്രൈവർ പെട്ടെന്ന് വളരെ രോഷാടനായി ടിപ്പർ എടുക്കുന്ന സമയത്ത് നാട്ടുകാരിൽ 2 പേര് രാജേഷിൻ്റെ കൂട്ടി ലോകേഷും ടിപ്പറിനും മതിലിനും ഇടയിൽപ്പെട്ട് ഞെരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രാജേഷിന് പുറത്തും മുഖത്തുമാണ് പരിക്കേറ്റിരിക്കുന്നത്.
13-കാരനായ മകന് കണ്ണിലും പുറത്തും പരിക്കുണ്ട്. മകനെ വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം ESI ആശുപത്രിയിലേക്ക് റഫർ ചെയ്തിരിക്കുകയാണ്. സംഭവത്തിൽ കുമളി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സിറ്റി വിഷൻ, കുമളി. ഇടവേള. രാജക്കാടിന്റെ ഹൃദയഭാഗത്ത് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബേബീസ് മാൾ 20,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണം, 2 നിലകളുള്ള ആധുനിക കെട്ടിടം, സൗകര്യപ്രദമായ എസ്കലേറ്റർ സൗകര്യം, ഏകദേശം 100 വാഹനങ്ങൾക്ക് മതിയായ പാർക്കിംഗ് സൗകര്യം, വ്യാപാരത്തിനും ഷോപ്പുകൾക്കും ഏറ്റവും അനുയോജ്യമായ റെന്റലിന് റെഡിയായ റൂമുകൾ ഇപ്പോൾ ലഭ്യമാണ്. ടൗണിന്റെ മധ്യഭാഗത്തുള്ള മികച്ച ലൊക്കേഷൻ, ഉയർന്ന ഉപഭോക്തൃ സാന്നിധ്യം, നിങ്ങളുടെ ബിസിനസിന് മികച്ച അവസരം. ഷോപ്പ് തുറക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ബേബീസ് മാൾ, രാജക്കാട്. ഇന്ന് തന്നെ ബന്ധപ്പെടുക 9061415447. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. കട്ടപ്പന തേനി തുരങ്കപാതയുടെ സാധ്യതാ പഠനത്തിനായി ബഡ്ജറ്റിൽ തുക അനുവദിച്ചതിനെ ഏറെ പ്രതീക്ഷയോടെയാണ് ഇടുക്കിയിലെ മലയോര ജനത കാണുന്നത്. തുരങ്കപാത യാഥാർത്ഥ്യമായാൽ സുഗന്ധവ്യഞ്ജനങ്ങൾ ഉൾപ്പെടെ ചരക്ക് ഗതാഗത രംഗത്ത് ഹൈറേഞ്ചിന് കുതിച്ചുചാട്ടമുണ്ടാക്കാൻ കഴിയും. ഇതോടൊപ്പം കട്ടപ്പനയെ ടൂറിസം ഹബ്ബാക്കി മാറ്റുവാൻ 20 കോടി രൂപയും ബഡ്ജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന വിനോദസഞ്ചാരികൾക്കും ശബരിമല തീർത്ഥാടകർ ഉൾപ്പെടെയുള്ളവർക്കും ഏറെ സഹായകരമാകുന്ന ഒന്നാണ് കട്ടപ്പന തേനി തുരങ്കപാത. മൂന്നാർ, തേക്കടി, വാഗമൺ, ഇടുക്കി തുടങ്ങിയ ടൂറിസം കേന്ദ്രങ്ങളുടെ വളർച്ചയ്ക്കും ഇത് വലിയ കുതിപ്പേകും. കട്ടപ്പന പാറക്കടവ് മുതൽ കമ്പം 1-ാം വളവ് വരെ ഭൂഗർഭപാത നിർമ്മിച്ചാൽ 12 കിലോമീറ്റർ ദൂരമാണുള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും 490 മീറ്റർ ഉയരത്തിലാണ് കമ്പം ടൗൺ. കട്ടപ്പന 870 മീറ്റർ ഉയരത്തിലും. കമ്പവും കട്ടപ്പനയും തമ്മിൽ ഉയരവ്യത്യാസം 270 മീറ്ററാണ്. 100 മീറ്റർ പാത നിർമ്മിക്കുമ്പോൾ 5 മീറ്റർ വരെ ചെരിവുണ്ടാകും എന്നതാണ് നിർമ്മാണത്തിന്റെ അന്തർദേശീയ മാനദണ്ഡം. കമ്പം തുരങ്കപാത നിർമ്മിച്ചാൽ 2.25 മീറ്റർ ചെരിവ് മാത്രമേ ഉണ്ടാകൂ. ഇപ്പോൾ കമ്പത്തെത്താൻ 40 കിലോമീറ്റർ ദൂരമാണ് കട്ടപ്പനയിൽ നിന്നുള്ളത്. തുരങ്കപാത നിർമ്മിക്കാനായാൽ ഹൈറേഞ്ചിന്റെ വികസന സാധ്യതകൾ വൻതോതിൽ ഉയരും. കട്ടപ്പനയുടെ ആൾട്ടിറ്റ്യൂഡ് സമുദ്രനിരപ്പിൽ നിന്നും 870 മീറ്റർ ഉയരത്തിലാണ്. കമ്പത്തെ ഫസ്റ്റ് ഹെയർപിന്റെ 600 മീറ്റർ ഉയരത്തിലും. അപ്പോൾ 270 മീറ്റർ മാത്രമാണ് കട്ടപ്പനയും കമ്പവും തമ്മിലുള്ള ഉയരവ്യത്യാസം. 12.5 കിലോമീറ്റർ ആണ് ഈ പാതയുടെ ടോട്ടൽ ദൈർഘ്യം. അപ്പോൾ 270 മീറ്റർ എന്ന് പറഞ്ഞാൽ 2.25% വ്യത്യാസത്തിൽ നമുക്ക് ഈ തുരങ്കം, അതായത് ഒരു 100 മീറ്ററിന് 2.25 മീറ്ററിന് ചെരിവോടെ നമുക്ക് ഈ തുരങ്കം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. നവ ഇടുക്കി പുതുവഴികൾ എന്ന സെമിനാറിൽ കട്ടപ്പന കമ്പം തുരങ്കപാതയുടെ സാധ്യതാ പഠനം നടത്തുന്നതിന് തീരുമാനിച്ചിരുന്നു. മന്ത്രി തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ നടന്ന സെമിനാറിലാണ് നൂതന ആശയമുണ്ടായത്. ഇതോടൊപ്പം ഇടുക്കി ഗ്രീൻ ടൂറിസം കമ്പനിയുടെ നേതൃത്വത്തിൽ സാധ്യതാ പഠനവും നടത്തി. ഇതിന്റെ രൂപരേഖയുമായി മുഖ്യമന്ത്രിയെയും പൊതുമരാമത്ത് മന്ത്രിയെയും
റെയിൽവേയുടെ ചുമതലയുള്ള കേന്ദ്രമന്ത്രിയെയും കണ്ടിരുന്നു. ഇതിനുശേഷമാണ് സംസ്ഥാന ബഡ്ജറ്റിൽ ഈ തുരങ്കപാതയുടെ സാധ്യതാ പഠനത്തിനായി 10 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം കട്ടപ്പന, കല്യാണത്തണ്ട്, കാഞ്ചിയാർ, അഞ്ചുരുൾ ടൂറിസം പദ്ധതികൾക്കായി 20 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. സിറ്റി വിഷൻ, കട്ടപ്പന. മലയോര ഹൈവേയുടെ നിർമ്മാണം വേഗത്തിലാക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന മരങ്ങൾ അടിയന്തരമായി മുറിച്ചുമാറ്റുന്നതിന് നടപടിയുമായി വനംവകുപ്പ്. എല്ലക്കൽ മുതൽ രാജാക്കാട് വരെയുള്ള ഭാഗത്തെ മരങ്ങളാണ് മുറിച്ചുമാറ്റുക. മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നുവെന്ന ആരോപണം പ്രതിപക്ഷ പാർട്ടികളടക്കം ഉയർത്തിയിരുന്നു. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ നടപടി സ്വീകരിക്കുവാൻ സർക്കാർ നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വനംവകുപ്പ് അനുമതി നൽകേണ്ട മരങ്ങൾ മുറിക്കുവാൻ നടപടി വേഗത്തിലാക്കിയത്. എല്ലക്കൽ മുതൽ രാജാക്കാട് വരെ 20ഓളം മരങ്ങളാണ് മുറിച്ചു മാറ്റേണ്ടത്. ഇതിൽ 9 മുറിക്കുന്നതിനുള്ള അനുമതി നേരത്തെ തന്നെ DFO നൽകി കഴിഞ്ഞു. ബാക്കിയുള്ള മരങ്ങളും അടിയന്തരമായി മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ PA ജോൺസൺ പറഞ്ഞു. കേരളത്തിലെ മലയോര ഹൈവേയുടെ ഭാഗമായിട്ട് എല്ലക്കൽ മുതൽ നമ്മുടെ രാജാക്കാട് ഭാഗത്തേക്കുള്ള റോഡിൻ്റെ വികസനത്തിന് തടസ്സമായി നിൽക്കുന്ന ഒരു 20ഓളം മരങ്ങൾ, ആ മരങ്ങൾ മുറിച്ച് മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പറയുന്ന 20 മരങ്ങളും അതിൻ്റെ അളവെടുത്ത് അത് സോർട്ട് ചെയ്ത് അത് നമ്മൾ വനം വകുപ്പിന് കൊടുത്ത് അതിനുശേഷം എന്ന് വെച്ചാൽ മുറിക്കാനുള്ള അനുമതി കൊടുക്കുന്നതാണ്. എന്ന് വെച്ചാൽ 9 മരങ്ങളുടെ അനുമതി ഇപ്പോൾ ഓൾറെഡി മൂന്നാർ DFO കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ബാക്കിയുള്ള ഒരു 11 മരങ്ങൾ, ആ 11 മരങ്ങളുടെ അനുമതിയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ഉടൻ തന്നെ ഒരു താമസം നമ്മുടെ ഭാഗത്ത് നിന്ന്, വനം വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു താമസവും ഉണ്ടായിരിക്കുന്നില്ല. നടപടികൾ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്ത് നേരിട്ടെത്തി പരിശോധന നടത്തി മരങ്ങൾ അടയാളം സോർട്ട് ചെയ്യുന്നതിന് നടപടികളും സ്വീകരിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. ഇടുക്കി വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം 2026-27 വർഷത്തെ വർക്കിംഗ് ഗ്രൂപ്പ് പൊതുയോഗം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജാസ്മിൻ അമാൻ അധ്യക്ഷത വഹിച്ചു. AN സജികുമാർ സ്വാഗതം ആശംസിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് തോമസ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി സതീഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. ദേശീയ ശുചിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി ഇടുക്കി വെള്ളാപ്പാറയിൽ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. വിനോദസഞ്ചാരികൾ ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നീക്കിയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിനോടനുബന്ധിച്ച ദേശീയ തലത്തിൽ നടക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. സോഷ്യൽ ഫോറസ്ട്രി, ഫ്ലൈയിംഗ് സ്ക്വാഡ്, വൈൽഡ് ലൈഫ് ജീവനക്കാർ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി. സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഓഫീസർ സുനിൽ മാത്യു പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ വർഷവും ജനുവരി മാസം 30-ാം തീയതി നമ്മൾ ദേശീയ ശുചിത്വ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അത് അങ്ങനെ ആചരിക്കുന്നത് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനമാണ്. അത് ഗാന്ധിജിയുടെ ഒരു വലിയൊരു ദർശനമായിരുന്നു. വൃത്തിയുള്ള ഇന്ത്യ എന്നുള്ളത് ഗാന്ധിജിയുടെ ഒരു വലിയ ദർശനമായിരുന്നു. ആ ദർശനം നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ വെള്ളപ്പാറയിൽ പ്രവർത്തിക്കുന്ന സഖ്യസാനു കോംപ്ലക്സിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇടുക്കി സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷനിലെ സ്റ്റാഫുകൾ, വൈൽഡ് ലൈഫ് ഡിവിഷനിലെ സ്റ്റാഫുകൾ, ഫ്ലൈയിംഗ് സ്ക്വാഡിലെ സ്റ്റാഫുകൾ, പിന്നെ പൊതുജനങ്ങൾ, ഇവരുടെ എല്ലാവരുടെ സഹകരണത്തോടു കൂടി നമ്മൾ വെള്ളപ്പാറയിലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ പരിസര പ്രദേശങ്ങളും നമ്മൾ പ്ലാസ്റ്റിക് മുക്തമാക്കാനായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ ഫോറസ്ട്രി ജൂനിയർ സൂപ്രണ്ട് ഖദീജ ബീബി, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർമാരായ മാത്യു വർഗീസ്, മനോജ് മാത്യു, MA മാത്യു, പൊതുപ്രവർത്തകനായ PK ജയൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, ഇടുക്കി. സ്വർണം വെള്ളി നിരക്കുകൾ ഇങ്ങനെ കുതിച്ച് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. ഏവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണ്ണഗ്രാമിന് 15,649 രൂപ, പവന് 1,25,120 രൂപ, വെള്ളി ഗ്രാമിന് 415 രൂപ. നോക്കാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനുവരി 30 രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ 78ാമത് രക്തസാക്ഷി ദിനം. മഹാത്മാവിന്റെ സ്മരണയിൽ രാജ്യം. ഹിന്ദുമതവാദിയായ നാഥുറാം വിനായക് ഗോഡ്സെ 1948 ഗാന്ധിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം പുനരാവിഷ്കരിച്ച കുരുന്നുകൾ. നെടുങ്കണ്ടം പച്ചടി ശ്രീനാരായണ LP സ്കൂളിൽ ജനുവരി 30 ഗാന്ധി രക്തസാക്ഷിത്വ ദിനം ആചരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജിയെ വെടിവെച്ച് കൊലപ്പെടുത്തുന്നതിന്റെ ദൃശ്യാവിഷ്കരണം ഒരുക്കിയത്.
വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ കാട്ടാനയടക്കമുള്ള വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതിന് തടയിടാൻ പദ്ധതിയുമായി വനംവകുപ്പ്. ഓരോ പഞ്ചായത്തിലും ജനജാഗ്രതാ സമിതികൾ യോഗം ചേർന്നു. RRTയുടെ പ്രവർത്തനവും ശക്തിപ്പെടുത്തിയെന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ജോൺസൺ PA. രാജാക്കാട് മുൻ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന CPIM നേതൃത്വം. ഏതുവിധ അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണെന്നും CPIM രാജാക്കാട് ഏരിയ കമ്മിറ്റി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.